ഈ വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ള് കാണാമെന്ന് ശ്രമിക്കണേ. കാരണം സൊസൈറ്റിക്ക് ഒരു ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ്. സോ ടുഡേ ഇസ് ദി ഡേ 1 ഓഫ് ബിൽഡിംഗ് എ സ്റ്റാർട്ടപ്പ് ഇൻ കേരള. സോ എ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്നത് ബിഗ് ബസ് വേർഡ് പോലെയാണ്. പക്ഷേ ഞാനൊരു സോളോ ഫൗണ്ടറാണ്. ക്യാഷും ഇല്ല, ഒരു ടീംമേറ്റും ഇല്ല. ജസ്റ്റ് ഒരു ക്രേസി ഐഡിയ ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാം. കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു അണ്ടർ റേറ്റഡ് പ്രോബ്ലമാണ് കേരളത്തിലെ യൂത്ത് നമ്മളെ പോലെയുള്ള യൂത്ത് പയ്യന്മാരോ അല്ലെങ്കിൽ പെൺകുട്ടികളോ അബ്രോഡ്സ് അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്കോ പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ പോകുന്നത്. ആൻഡ് നമ്മുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് എല്ലാം നാട്ടിൽ തന്നെ. സോ കേരളം ഏജ്ഡ് ആയിക്കൊണ്ട് പോവുകയാണ്. സോ ദി തിങ് ഈസ് ദാറ്റ് നമുക്കറിയില്ല വീട്ടിലെങ്ങനെയാണെന്ന് വെച്ച് നാട്ടിലെങ്ങനെയാണ് ഗ്രാൻഡ് പാരൻസും പാരൻസും ഹാപ്പിയാണോ ലോൺലി ആണോ, അവര് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അവര് മെഡിസിൻ എടുത്തോ, അല്ലെങ്കിൽ അവര് ഡോക്ടറെ കണ്ടോ, അവർക്ക് എന്തെങ്കിലും ഹെൽത്തിൽ ഇഷ്യൂ ഉണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളിപ്പോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഐ മീൻ വേറെ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ അബ്രോഡോ ആയിരുന്ന നമ്മൾ മോസ്റ്റ് ഓഫ് ദം ഡെയിലി വിളിക്കുമായിരിക്കും. പിന്നെ കുറെ പേര് 2 ദിവസത്തിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴായിരിക്കും വിളിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റൂല ക്ലിയർ ആയിട്ട് പാരൻസ് ആണ് സേഫ് ആണോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അവര് സേഫ് ആണോ, അല്ലെങ്കിൽ അവര് ഹാപ്പി ആണോ, അതോ ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. നമ്മുടെ പാരൻസ് എല്ലാം അങ്ങനെയാണ്. ഓപ്പൺ ആയിട്ടൊന്നും പറയൂല. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു പെയിൻ ആവാം, ചെസ്റ്റ് പെയിൻ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് ഹൈഡ് ചെയ്യാൻ നോക്കും. കാരണം മെഡിക്കൽ എക്സ്പെൻസസ് എല്ലാം അറിയുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇതെല്ലാം നമുക്ക് കൺട്രോൾ മോണിറ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അതേപോലെ ഇവരുടെ ലോൺലിനെസ് നമുക്ക് അകറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഐ എം പ്ലാനിങ് ടു ബിൽഡ് എ മോഡൽ, an AI assistant that can act as a friend to our parents and grandparents. എന്ന് വെച്ചാൽ സിമ്പിൾ വേർഡ്സിൽ പറയുന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില്ലേ, നമ്മൾ മൂവി കണ്ടിട്ടുണ്ടാവും. മോസ്റ്റ് ഓഫ് ദം മലയാളികളാണെങ്കിൽ അത് കാണാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അതിൽ കാണിക്കുന്നില്ലേ ഒരു റോബോട്ട്, സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം ഒരു ഇന്ററാക്ഷൻ എല്ലാം. അത് തരമില്ല, ഒരു ഇന്ററാക്റ്റീവ് റോബോട്ടാണ്. പക്ഷേ ദിസ് ഈസ് ബേസ്ഡ് ഓൺ മൊബൈൽ. സോ മൊബൈൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഐ എം പ്ലാനിങ് ടു ബിൽഡ് ഇറ്റ്സ് വെരി ഫ്രീ ഫോർ ഓൾ യൂസ് ആണ്. സോ പക്ഷേ ഇതിലുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, ബേസിക് ഫീച്ചർ ഞാൻ കറന്റ്ലി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, ഈ റോബോട്ട് ഇന്ററാക്റ്റീവ് ആയിരിക്കണം, വെരി ലോക്കലി ഇന്ററാക്റ്റീവ്. നമ്മുടെ റോബോട്ട് സംസാരിക്കുന്ന മാതിരിയല്ല. മോസ്റ്റ്ലി ഹ്യൂമൻ എങ്ങനെ സംസാരിക്കും, ആ ഒരു സാർക്കാസം അതെല്ലാം കൊണ്ടുവരാൻ ഒരു ശ്രമമാണ് നടത്തുന്നത്. ആദ്യം തന്നെ പറയാം, ദിസ് ഈസ് ആൻ എക്സ്പെരിമെന്റ്. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഒരു വലിയ ഗാംബ്ലിംഗ് പോലെ. സോ അതും പിന്നെ നമുക്കൊരു വിയറബിൾ ഗാഡ്ജറ്റ്സോ എന്തെങ്കിലും പാരൻസിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അത് വെച്ചിട്ട് ഹെൽത്ത് മോണിറ്റർ ചെയ്യാനും, എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഡീവിയേഷൻസോ, ഷുഗർ, പ്രഷർ ഓർ എനി ഹാർട്ട് ബീറ്റ് എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പോൾ അലേർട്ട് ഡയറക്ട്ലി ഒരു ചിൽഡ്രൻസിനോ ഗ്രാൻഡ് ചിൽഡ്രൻസിനോ അയച്ചു കൊടുക്കാനുള്ള ഒരു മോഡൽ മാതിരിയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. പിന്നെ ഒരു റിമൈൻഡർ പോലെ മെഡിസിൻ എടുത്തോ, ഡോക്ടറെ കണ്ടോ, അങ്ങനെ ഒരു വെരി ഇന്ററാക്റ്റീവ് ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഞാൻ എൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് പറയാം. സോ എനിക്കൊരു ഓവർലേ കിട്ടി ഈ പ്രോജക്റ്റിനെ പറ്റി. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഫ്യൂച്ചർ ഗോൾസ്, ഒരു എൻഡ് റിസൾട്ട്, നമുക്കൊരു ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ മൈൻഡിൽ. ആ ഒരു ഫിഗർ ഔട്ട് ഒരു റഫ് ഡയഗ്രാം കിട്ടി. ആൻഡ് നമുക്ക് ഇതിൽ ഫ്യൂച്ചറിലോട്ട് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഒരു ജസ്റ്റ് ഒരു ഐഡിയ മൈൻഡിലേക്ക് ചെയ്തു. മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ കോസ്റ്റ് ആണ്. ഐ മീൻ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ കുറേ APIs ആൻഡ് മെനി അതർ തിങ്സ് വേണ്ടി വരും. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ്. സോ എൻ്റെ കയ്യിൽ 0 ആണ് ഇതുപോലെ റുപ്പീസ്. കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ആയതാണ്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. സോ ഇവിടുന്ന് ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഒരു മിനിമം ഒരു എമൗണ്ട് വേണം.
അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുള്ളത്. ഇത് വീഡിയോ കണ്ടവര് വ്യൂവർ വ്യൂവർഷിപ്പ് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി എന്ന് വിചാരിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഉം, ഇത് എത്രത്തോളം സക്സസ് ആവുന്ന ഒരു പിടിയുമില്ല. കാരണം ഓൾറെഡി 2-3 മോഡൽസ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ ആ മോഡൽസിലെല്ലാം കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഐ മീൻ എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സെൻട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്ന അങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് ഇൻ ദാറ്റ് ഇൻ മൈ മോഡൽ. സോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. മുമ്പ് ഞാൻ ഇതേപോലെയുള്ള കുറേ മോഡൽസ് എല്ലാം ചെയ്തിരുന്നു. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കർണാടകയിലാണ് പഠിച്ചത്. സോ എനിക്ക് കന്നഡം അത്ര വശം ജാസ് അധികം ഞാൻ സംസാരിച്ചിട്ടുള്ളത് കന്നഡ ഭാഷയിലാണ്. പിന്നെ മലയാളം എന്ന് വെച്ചാൽ നമുക്കൊരു മദർ ടങ് എന്ന പോലെ, ഐ ആം ഫ്രം കാസർഗോഡ്. അതുകൊണ്ട് എനിക്ക് കാസർഗോഡ് മലയാളം മാത്രമാണ് അധികം വശമുള്ളത്. സൗത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഭൂരിഭാഗം വരും ഇത് ഏതോ അറബിയോ അല്ലെങ്കിൽ വേറെ ഏതോ നാട്ടുകാർ ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന മാതിരി ഒരു തോന്നലെല്ലാം വരും. പക്ഷേ ഐ എം ഫ്രം കാസർഗോഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാളം കുറച്ച് വശമില്ലാതെ നാവ് വഴങ്ങുന്നില്ല എന്ന് പറയുന്നില്ലേ, അതേമാതിരിയാണ്. ഐ എം വെരി നെർവസ്. എനിക്ക് എന്താ ഇപ്പോൾ ഞാൻ ക്യാമറ അധികം ഫോട്ടോ പോലും എടുക്കാറില്ല. ഐ മീൻ ഐ ഫെൽറ്റ് ഐ വാസ് അഗ്ലി ആൻഡ് ഓൾ. സോ അതുകൊണ്ട് എനിക്ക് ഇന്ററാക്ട് എങ്ങനെ ചെയ്യണമെന്ന് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയൂല. സോ ഈ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത് നാളെ എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്ലോഡ് ചെയ്താൽ വ്യൂവേഴ്സ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ക്വാളിറ്റി ഓഫ് കണ്ടന്റ് ഇല്ല എൻ്റെ കയ്യിൽ. മൊബൈൽ ഒരു ലോക്കൽ ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് വല്ല ഐഫോണോ ആയിരുന്നെങ്കിൽ ഒരു ക്വാളിറ്റി എങ്കിലും ഉണ്ടാവും. സോ ടു ബി ഓണസ്റ്റ്, ഈ വീഡിയോ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഈ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലോണം ആവശ്യമുണ്ട് ക്യാഷിന്റെ. ബേസിക്കലി എൻ്റെ ഫസ്റ്റ് പ്ലാൻ ആയിരുന്നു അബ്രോഡ് സ്റ്റഡി അങ്ങനെ ഒന്നും ചെയ്യാന്ന്. പക്ഷേ അച്ഛൻ്റെ ഗീഷയിൽ അത്രയും പൈസ ഇല്ല എന്നെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് വന്നാലോ, ആരെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ഫ്യൂച്ചറിലോട്ട് പോകാൻ അബ്രോഡ് പോയിട്ട് പഠിച്ച് ഒരു റിസർച്ചർ ആവാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫിഡൻസ്, അല്ല ഒരു ഹോപ്പ്. കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോസ് എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇംഗ്ലീഷിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് എനിക്കൊരു ഇതായി തോന്നിയില്ല. സോ ഇപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ മലയാളത്തിലെ ഓഡിയൻസ് ആയിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ ഇപ്പോൾ പറയുമ്പോൾ മോസ്റ്റ്ലി ഇന്ത്യൻസ് ആയിരിക്കും, നോർത്ത് ഇന്ത്യൻസോ അങ്ങനെ വേറെ സ്റ്റേറ്റിലുള്ളവരേക്കും അധികം ഉണ്ടാവുക. സോ ഇവരുമായിട്ട് കണക്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു even though we have camera but screen but we can't talk each other. അതിനൊരു കാര്യമുണ്ട്. നമ്മൾ സെയിം ഭാഷയിലാണെങ്കിൽ. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി. സോ ദിസ് ഈസ് മീ. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയൂല. ഞാൻ വ്ളോഗ് ചെയ്താലും എനിക്ക് വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ ഐ മീൻ നാച്ചുറൽ ആയിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ അതിന് കട്ട് ചെയ്തിട്ട് വീഡിയോ എങ്ങനെയോ എന്തെല്ലോ ആയിട്ട് മാറുമെന്നാണ് ഒരു തോന്നൽ. സോ ഞാൻ എത്രയാണ് പറയാനുള്ളത്. ഐ എം ബിൽഡിങ് സംതിങ് ഫ്രം സ്ക്രാച്ച്. സോ പ്ലീസ് ടു ഹെൽപ്പ് മീ. ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബട്ടൺ ഞെക്കിയാൽ മാത്രം മതിയായിരിക്കും. പക്ഷെ എൻ്റെ എന്നെല്ലാം പറഞ്ഞാൽ ഒരു ലൈഫിലൊരു വലിയ ഡ്രീമാണ് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഐ മീൻ ഓക്കെ, നിങ്ങൾക്കും ഒരു തോന്നാം, എൻ്റെ ഒരു ബട്ടണിൽ ഇവന് പൈസ കിട്ടും അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ആവറേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് എനിക്കറിയാം എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്ത്, അതേപോലെ പോവർട്ടി അല്ലെങ്കിൽ വിശപ്പിൻ്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ട്വൽത്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുട്ടികളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവും കുട്ടികൾ, അതായത് കുറേ പേർക്ക് പഠിക്കാൻ ഇപ്പോൾ ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ട്യൂഷന് പോകാനോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് അവർക്ക് ശേഷിയില്ലാതെ ഇരിക്കുമ്പോൾ പക്ഷേ
ഇതിപ്പോ ട്യൂഷനിൽ പഠിക്കണം വേണമല്ലോ. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ കുറെ പഠിപ്പിച്ചിരുന്നു. സോ ഐ ഫീൽ ലൈക്ക് ഐ ഐ ഡിസേർവ് ഇറ്റ്. ഐ മീൻ അങ്ങനെ ഒരു സെൻസിലല്ല. ഡിസേർവ് ഇറ്റ് മീൻസ് ഞാൻ എല്ലാവർക്കും ഫോഴ്സ് ചെയ്യുന്നത്. ഐ മീൻ ഇതിൽ നിങ്ങൾ സഹായിക്കുന്ന മാതിരി തന്നെ ഞാൻ കഴിയുന്ന മാതിരി ലൈക്ക് കഴിയുന്നത്രയും സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. സോ ഇതുവരെ ആരും കണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെന്താ പറയാ, ഐ മീൻ ഇതൊരു സ്മോൾ സ്റ്റെപ്പാണ്. എനിക്കറിയില്ല ഇത് എന്ന് വെച്ചാൽ നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുമോ, ഈ കണ്ടന്റ്സ് ഡൈജസ്റ്റ് ചെയ്യുമോ എന്ന് അറിഞ്ഞിട്ട് ഒരു പിടിയുമില്ല. പക്ഷേ ദിസ് ഈസ് ദി ഓൺലി ഹോപ്പ് ഫോർ മീ. ആൻഡ് ആൻഡ് ഐ തിങ്ക് ഇത് എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്തു എന്നായാൽ ഐ വിൽ ബിൽഡ് സംതിങ് വെരി ക്രേസി ഈച്ച് ടൈം. ലൈക്ക് ഇതൊന്ന് വർക്കൗട്ട് ആയാൽ, ഐ മീൻ ഈ വീഡിയോ എവിടെയെങ്കിലും ക്ലിക്ക് ആയിട്ട് എവിടെയെങ്കിലും നല്ലൊരു വ്യൂവർഷിപ്പോ സബ്സ്ക്രൈബേഴ്സോ ഒരു റവന്യൂ വരാൻ തുടങ്ങിയാൽ ഞാൻ ഞാൻ പറയാം, എന്നെ കൊണ്ട് കഴിയുന്നത്രയും ഞാൻ കേരളത്തിലെ എല്ലാ ഇടത്തേക്കും എത്താൻ പറ്റുന്ന മാതിരിയുള്ള എന്തെങ്കിലും ക്രേസി ഐഡിയാസോ ഇന്നോവേഷൻസോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്ന് വെച്ചിട്ട്. സോ വൺസ് ഓഫ് ഓൾ എന്നെ പറ്റി വൺസ് മോർ ഞാൻ പറയാം. ഞാൻ BE ഗ്രാജുവേറ്റ് ആയിരുന്നു. ലേറ്റ്ലി ഞാൻ ഗ്രാജുവേറ്റ് ആയതാ. ഞാൻ സാംസങ് ഇന്നോവേഷൻ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ലൈക്ക് സൗത്ത് സോൺ. ഇങ്ങനെ സോൺ വൈസ് ആയിട്ട് ഉണ്ടാവുക. കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സൗത്ത് സോണിൽ ടോപ്പ് 50 ഐഡിയാസിൽ എൻ്റെ ഒരു ഐഡിയ സെലക്ട് ആയിരുന്നു. ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു പിച്ച് ദാറ്റ്. ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് പിച്ച് ചെയ്തു എൻ്റെ ഐഡിയ. ആൻഡ് ഓൾസോ ഗെറ്റ് ഫണ്ടഡ് ഫോർ ദറ്റ്. ഫണ്ട് ചെയ്തിരുന്നു അവര്. ഐഡിയക്ക് ഫണ്ട് ചെയ്യും ഇത്ര ചെയ്യുന്ന പറഞ്ഞിട്ട്. അവർ ഇൻക്യുബേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് അവർ ഇതാകണം. പക്ഷേ ഡ്യൂ ടു സം റീസൺ എൻ്റെ കോ വർക്കേഴ്സ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഇൻ ബിറ്റ്വീൻ അവർ പ്ലേസ് ആയി പോയി. പ്ലേസ് ആകുമ്പോൾ ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് മാത്രം അവിടെ സ്റ്റക്കായി പോയി. പിന്നെ എനിക്ക് എങ്ങനെയാ മുന്നോട്ട് എങ്ങനെയാ പോകണമെന്ന് അറിയുന്ന ഒരു പിടിയുമില്ല. ലാസ്റ്റ് ഞാൻ അതൊന്ന് ആ ഒരു ഹോപ്പ് ഞാൻ വിട്ടു. കാരണം എൻ്റെ പാരൻസിന് വേണ്ടത് ഒരു സ്റ്റേബിൾ ജോബായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയ എന്തെങ്കിലും ഒരു തിങ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷെ നടന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന് വെച്ചാൽ ഇതൊന്നാണ്, ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും അതൊന്ന് ക്ലിക്കാക്കി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയെങ്കിലും ശരിയാക്കി തരണേ. സോ എല്ലാവർക്കും ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.